ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നീതീസ് വ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു പ്രോൺസ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പ്രോൺസൊക്കെ എല്ലാവർക്കും ഫ്രൈ ചെയ്യാൻ അറിയാം, പക്ഷേ നമ്മളൊരു സ്പെഷ്യലായിട്ടുള്ള രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു സ്പെഷ്യലായിട്ടുള്ള സാധനം നമ്മൾ അതിൻ്റെ മുകളിൽ തൂവിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് നമുക്ക് കാണാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതേ ഞാൻ പ്രോൺസ് എടുത്തിട്ടുണ്ട്. ഒരു 400 ഗ്രാം പ്രോൺസ് ആണ് ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഫ്രോസൺ ആയിട്ടുള്ള പ്രോൺസ് ആണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 സ്പൂൺ മുളക് പൊടിയാണ് എടുക്കേണ്ടത്. അത് നിങ്ങൾക്ക് കാശ്മീരിയോ ചില്ലി പൗഡറോ ഏത് വേണമെങ്കിൽ, നമുക്ക് സാധാരണ ചില്ലി പൗഡറോ ഏത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിപ്പം 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 സ്പൂൺ അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അത് ഞാനിപ്പോൾ ഓൾറെഡി അവിടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പേസ്റ്റായിട്ടാണ് ഉള്ളതെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരയ്ക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ചതച്ചെടുക്കുകയോ ചെയ്യാം. അതിന് 2 സ്പൂൺ അളവിലാണ് അത് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം 1 സ്പൂൺ അളവിലാണ് ഉപ്പ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് എണ്ണ നമുക്ക് ഇതിലേക്ക് തന്നെ ആഡ് ചെയ്യാം. ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ പൊടികളെല്ലാം ആ എണ്ണയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ വളരെ കുറച്ച് അളവിൽ മാത്രമാണ് ഇപ്പോൾ ഇവിടെ എണ്ണ എടുത്തിട്ടുള്ളത്. ലേശം എണ്ണയും കൂടെ നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കുകയാണെങ്കിൽ അത്രയും എളുപ്പമാണ്. പിന്നെ നമ്മൾ പ്രത്യേകം അതിനകത്ത് എണ്ണയൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. അപ്പം നമുക്ക് ഇതേപോലെ എണ്ണയൊക്കെ നന്നായിട്ട് അതുമായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പ്രോൺസ് നമുക്ക് ഇതിലേക്ക് ഇനിയിപ്പോൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രോൺസൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ സാധാരണ മീനൊക്കെ വറുക്കാനായിട്ട് എടുക്കുമ്പം നമ്മൾ അരപ്പ് പുരട്ടുന്ന പോലെ ഇതിനകത്ത് എല്ലായിടവും അരപ്പ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കിട്ടണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതേപോലെ എല്ലായിടവും ഒന്ന് ഞെവിടി പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഇപ്പം എല്ലായിടവും നന്നായിട്ട് അരപ്പും കാര്യങ്ങളും എല്ലാം പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് പാനിലേക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലായിടവും എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ അരപ്പ് പുരട്ടി എടുത്ത് വെച്ചിട്ടുള്ള പ്രോൺസ് എല്ലാം കൂടെ നമുക്ക് ഇതിനകത്തിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം. അതിന് മുന്നേ ഞാനകത്ത് ലേശം കറിവേപ്പിലയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഫ്രോസണായിട്ടുള്ള കറിവേപ്പിലയാണ്. അപ്പം ഞാൻ കറിവേപ്പില ഇട്ടുകൊണ്ട് കറിവേപ്പില ഇടുന്ന സമയത്ത് നമുക്ക് പ്രോൺസ് ഒന്നും പൊടിഞ്ഞ് പോവാണ്ട് തന്നെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പ്രോൺസും കാര്യങ്ങളും എല്ലാം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. നമ്മൾ പ്രോൺസിനകത്ത് എണ്ണയിലിട്ട് നമ്മൾ പുരട്ടി എടുത്തിട്ടുണ്ടല്ലോ പൊടികളുമൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ കുറച്ച് എണ്ണ ഇറങ്ങിക്കോളും. അപ്പോൾ ഒരുപാട് നമുക്ക് ഡീപ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കണ്ട. വളരെ കുറച്ച് എണ്ണയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഒരു സൈഡ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കാം.
ഇതിനോടൊപ്പം നമ്മൾ തിരിച്ചിടുന്ന ആ ഒരു സമയത്ത് കുറച്ച് ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഒനിയൻസ് അതിൻ്റെ മുകളിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡ്രൈ ആക്കി ചെയ്തിട്ട് നമുക്ക് വരട്ടിയെടുക്കാൻ പറ്റും. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുത്താലും. അപ്പോൾ ഇതേ നമ്മുടെ പ്രോൺസ് എല്ലാം ഞാൻ ഫ്രൈ ചെയ്തിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മളിതിൻ്റെ മേളിൽ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അത് നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പം. വേറെ ഒന്നുമല്ല, എന്താണെന്ന് വെച്ചാൽ നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇല്ലേ, തേങ്ങ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് നമ്മൾ കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ നമ്മുടെ ചാനൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കയറി ഒന്ന് കണ്ടു നോക്കി നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ഇവരെല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.